രാഷ്ട്രീയ ദുരുദ്ദേശത്തോടുകൂടിയും രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടിയും തങ്ങൾക്ക് വിജയിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ഈ സിസ്റ്റമേ ശരിയല്ല, ഈ സിസ്റ്റം മുഴുവനും ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയാണ് എന്ന ആരോപണവുമായിട്ട് വരുമ്പോൾ അതിനെ അവഗണിക്കാനേ പറ്റുള്ളൂ നിഷാദേ. അല്ല, അത് തീരുമാനിക്കേണ്ടത് ആരാണ്? കമ്മീഷനാണോ? ഇത് രാഷ്ട്രീയ ഉദ്ദേശത്തോടെ ഉള്ളതാണെന്ന് കമ്മീഷൻ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുക? അത് ആർക്കും കോമൺ സെൻസോടുകൂടി ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇനി ശരി, നിങ്ങൾ പറയുന്നു, നിങ്ങൾ ഇവിടെ 4 പേരും ഒരേപോലെ പറയുന്നു, BJP ഗവൺമെന്റ് എന്താ വോട്ട് മോഷ്ടിച്ചാണ് അധികാരത്തിൽ വന്നത്, കമ്മീഷൻ അതിന് ഇത് നിൽക്കുന്നു, കമ്മീഷൻ അതിന് കൂട്ടു നിൽക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഈ സിസ്റ്റം മുഴുവനും പ്രശ്നമാണ്, സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ കൂടെ ഇതെല്ലാം ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന് നിങ്ങൾക്ക് നീതി കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പോൾ ആ സിസ്റ്റത്തിനെ കൊണ്ട് നീതി ചെയ്യിക്കേണ്ടത് എങ്ങനെയാണ്? നിങ്ങൾക്ക് 2 മാർഗങ്ങളുണ്ട് പ്രധാനമായും. അത് ഈ നാട്ടിലെ നീതിന്യായ സംവിധാനത്തിനെ സമീപിക്കുക എന്നുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷനെയും കേന്ദ്ര ഗവൺമെന്റിനെയും ഒക്കെ വിടും. അവർ കള്ളന്മാരും കൊള്ളക്കാരും അധാർമികളും ദുഷ്ടന്മാരും ഫാസിസ്റ്റുകളും വർഗീയ കുന്തം കുടച്ചക്രം എന്തൊക്കെയാണ്. അവരിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും നീതി പ്രതീക്ഷിക്കുന്നില്ല, നിങ്ങൾക്ക് നീതി കിട്ടില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നീതി കിട്ടും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു, അവിടെ സുപ്രീം കോടതി അവിടെ ഇടപെട്ട കാര്യം പറഞ്ഞു. ആ കോടതിയെ നിങ്ങൾ എന്തുകൊണ്ട് സമീപിക്കുന്നില്ല? ആ അവസരം നിങ്ങൾ ഇവിടെ വേറൊരു വിചിത്രമായ പറഞ്ഞു, അത് നിങ്ങൾ സമയാസമയങ്ങളിൽ സമീപിക്കും. അതുകൊണ്ട് കാര്യമില്ല, ഞങ്ങൾ ജനങ്ങളെ സമീപിക്കും. നിങ്ങൾ എത്രയോ കാര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കപിൽ സിബലിനെ പോലെയുള്ള പ്രഗത്ഭന്മാരായ വക്കീലന്മാരാണ് ഇപ്പൊ ഈ SIR കാര്യത്തിൽ സമീപിച്ചത്. അതും SIR ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞുണ്ടായിരുന്നു, അതും കോടതി പറ്റില്ല എന്ന് പറഞ്ഞു. മുത്തലാഖിന് നിങ്ങൾ സമീപിച്ചിട്ടുണ്ട്, വഖഫിന് നിങ്ങൾ സമീപിച്ചിട്ടുണ്ട്, ആർട്ടിക്കിൾ 370 ഡിലീറ്റ് ചെയ്തതിനെതിരെ സമീപിച്ചിട്ടുണ്ട്, റഫാൽ ഡീലിനെതിരെ സമീപിച്ചിട്ടുണ്ട്. അപ്പൊ സുപ്രീം കോടതിയെ നിങ്ങൾ സമീപിക്കാറുണ്ട്. പക്ഷെ ഇതിനെല്ലാം BJPക്ക് അനുകൂലമായ വിധികളും വന്നിട്ടുണ്ട്. അതല്ലേ പ്രതിപക്ഷം മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഈ സംവിധാനത്തിൽ നിന്ന് നീതി കിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പായ സ്ഥിതിക്ക് നിങ്ങൾ നീതി കിട്ടും എന്ന് ഉറപ്പുള്ള സ്ഥലത്തേക്ക് ആ അവസരം ഉപയോഗിക്കുന്നേ.